ഒരു പെയിൻറ്റർ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് മരണാസന്നമായ അവസ്ഥയിൽ വന്ന് മരണത്തിന് ഒരുക്കുക എന്നുള്ള രീതിയിൽ ജീവച്ഛവം പോലെ കടന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹം മാസങ്ങളാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ ഒരു കട്ടിലിനെ സ്വന്തം വീടാക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അദ്ദേഹത്തിൻ്റെ കൂടെ പരിചരിക്കാനായിട്ട് നിന്നു. ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെ മെഡിക്കൽ സംഘം ആ പേഷ്യൻറ്റിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടുകളും കൊടുത്തു. ഒരു ദിവസം, മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം, ആ കിടപ്പിലായ വ്യക്തി ഭാര്യയെ നോക്കി പുഞ്ചിരിച്ചപ്പോഴാണ് ഭാര്യയുടെ ശ്വാസമൊന്ന് നേരെ വീണത്. അതുവരെ പ്രതികരണശേഷി ഇല്ലാതെ കിടന്ന ആ ഭർത്താവ് പിന്നീട് അടിക്കടിക്ക് പ്രതികരണശേഷി വീണ്ടെടുക്കുകയും പിന്നീട് സംസാരിക്കാനും അതുപോലെ കട്ടിലിൽ എഴുന്നേറ്റിരിക്കാനും പിന്നീട് നിൽക്കാനും പിന്നെ നടക്കാനും തുടങ്ങിയത്. അങ്ങനെ നിരവധി ഓർമ്മകളും അനുഭവങ്ങളും എൻ്റെ മനസ്സിലുണ്ട്. ചിലരെ ഈ സർവീസ് മതി, ഇനി വേണ്ട എന്ന് പറഞ്ഞ് ബെറ്ററായിട്ട് തിരിച്ചു പോയി വീണ്ടും വീട്ടിൽ ചെന്ന് വേഴ്സായിട്ട് വീണ്ടും ശാന്തിഭവനിലേക്ക് തന്നെ തിരിച്ചു പോരണമെന്ന നിർബന്ധവും തീരുമാനവും ആ രോഗിക്കും അതുപോലെ തന്നെ വീട്ടുകാർക്കും ഉണ്ടായി. തിരിച്ച് ശാന്തിഭവനിൽ വന്ന് വീണ്ടും പുനഃക്രമീകരിക്കപ്പെട്ടത്. അങ്ങനെ നിരവധി അനുഭവങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി വെച്ച ഒരു കാര്യം ഇതാണ്: നമ്മൾ എന്തുമാത്രം പരിചരണം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുവോ അത്രമാത്രം ആ വ്യക്തിയുടെ ജീവന് കരുത്ത് ലഭിക്കും. നമ്മൾ എന്തുമാത്രം പരിചരണം കൊടുക്കാതെ തള്ളിക്കളയുന്നുവോ അത്ര വേഗത്തിൽ ആ തള്ളിക്കളയപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിന് ക്ഷതം വരും. അതിൻ്റെ അർത്ഥം കെയർ ഈസ് ഈക്വൽ ടു ലൈഫ്. നമ്മൾ എന്തുമാത്രം നമ്മുടെ സഹോദരങ്ങളെ പരിചരിച്ച് അവരെ ശാരീരികമായി, മാനസികമായി, വൈകാരികമായി, ആത്മീയമായി, ബുദ്ധിപരമായി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുവോ അത്ര കണ്ട് അവർക്ക് ലൈഫിലേക്ക് തിരിച്ചു നടക്കാനുള്ള കരുത്ത് കിട്ടും. ചില ഒറ്റപ്പെട്ട സമയങ്ങളിൽ ചില കുടുംബക്കാർ എന്നോട് പറഞ്ഞത് എൻ്റെ ചെവികളിൽ മുഴങ്ങി നിൽക്കുക: എന്തിനാണ് ഇത്രയധികം പരിചരണം ആൾക്ക് കൊടുക്കണത്? നിർത്ത്. എന്താണ് ഉദ്ദേശിച്ചത്? അവർ വിചാരിച്ചു ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ആ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്താൽ പെട്ടെന്ന് ആൾ തട്ടിപ്പോയിക്കോളും, പിന്നെ മരിച്ച് ആ ബാധ്യത തീർക്കാമെന്നുള്ള ചിന്തയിൽ കൊണ്ടുവന്ന വ്യക്തികളുണ്ട്. അവരിൽ ചിലരാണ് എന്നോട് മന്ത്രിച്ചത്, എന്തിനാണ് ഇങ്ങനെ കെയർ കൊടുക്കണേ? നാളുകളിൽ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിലേക്ക് ആ വ്യക്തിക്ക് ഉയരാമെന്നുണ്ടെങ്കിൽ 100% നമ്മൾ ആ വ്യക്തിയെ സഹായിക്കണം. നാളെ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ചുറ്റുമുള്ളവരെല്ലാവരും പറയുകയാണ്, തട്ടിപ്പൊക്കോട്ടെ, എന്തിനാണ് കൊണ്ട് നടക്കണത്? അതൊരു മനുഷ്യത്വപരമായ സമീപനമല്ല. അതേസമയം തന്നെ മരണാസന്നമായി നിൽക്കുന്നൊരു വ്യക്തി, ആ വ്യക്തിക്ക് എത്ര പരിചരണം കൊടുത്താലും ആ വ്യക്തിക്ക് ദുരിതപൂർണമായൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ ആ വൈദ്യസംഘം നിശ്ചയിക്കുന്ന ക്രമത്തിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കണം. അതേസമയം തന്നെ പരിചരണം കൊടുത്താൽ ലൈഫിലേക്ക് തിരിച്ചു നടക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ബാധ്യതയായി കാണാതെ ആ വ്യക്തിയുടെ ഒപ്പം നിന്ന് ഞാനാണ് ആ വ്യക്തി എന്ന ചിന്ത എൻ്റെ ഉള്ളിൽ വെച്ച് ഞാൻ ആ വ്യക്തിയെ പരിചരിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ വലിയ നന്മയുണ്ട്, വലിയ മൂല്യമുണ്ട്. ശാന്തിഭവൻ 600-ലധികം പേരാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയിൽ തൃശ്ശൂരിൽ മാത്രം കിടന്ന് സാന്ത്വന മരണം പോകിയിട്ടുള്ളത്. ഇതിലെല്ലാം ഏറെ സന്തോഷമുണ്ട്. ഞാനിതെല്ലാം ഇവിടെ പറയുമ്പോൾ ഇത് എൻ്റെ ഒരു മിടുക്കായിട്ടോ റിസൾട്ടായിട്ടോ അല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ പൊതുസമൂഹം ഈ ശാന്തിഭവൻ എന്ന പൊതുഭവനത്തെ രൂപപ്പെടുത്തുന്നതിൽ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ സെക്കൻഡിലുമുള്ള സേവനക്രമങ്ങൾ ഇവിടെ പടുത്തുയർത്തുന്നതിൽ പൊതുസമൂഹം നൽകിയിട്ടുള്ള പിന്തുണയാണ്, പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്തുണ, ധാർമ്മികമായി പിന്തുണ, സ്നേഹപിന്തുണ, സാഹോദര്യം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൈകോർത്തുകൊണ്ട് ഈ സേവനക്രമത്തിന് ക്ഷതമേൽക്കാതെ ഒപ്പം നിന്നിട്ടുള്ള നിരവധി അനുഭവങ്ങളും ഓർമ്മകളും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അവരോടൊക്കെ നന്ദി പറയാം. നാളെ എനിക്കും നിങ്ങൾക്കും
ഈ സേവനം പ്രയോജനപ്പെടുത്തേണ്ടി വരുമ്പോൾ ഈ സ്ഥാപനം നമുക്കുണ്ടാകണം. ഇന്ന് നമുക്കറിയാം ആക്സിഡൻറ്റ് മൂലം അതുപോലെ തന്നെയും സ്ട്രോക്ക് മൂലമൊക്കെ എത്ര പേരാണ് തളർന്ന് കിടക്കണത്. എനിക്ക് തോന്നുന്നു ഇവിടെ കിടക്കുന്ന കിടപ്പ് രോഗികളിൽ ഏറ്റവും അധികം സ്ട്രോക്ക് പേഷ്യൻസ് ആണ്. ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോൾ IPയിൽ തന്നെ 100 പേരിലെ 40ഓളം പേര് തന്നെ എന്താണ് സ്ട്രോക്ക് പേഷ്യൻസാണ്. എന്താണ് അത് നമുക്ക് നൽകുന്ന സൂചന? കിടപ്പ് രോഗാവസ്ഥയിലേക്ക് നമ്മെ തള്ളിവിടുന്നതിൽ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് സ്ട്രോക്കാ അല്ലെങ്കിൽ ആക്സിഡൻറ്റാ. ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ തീരുന്ന പ്രശ്നമല്ല. മാസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് സ്ട്രോക്ക് വന്നിട്ടുള്ള ഒരു വ്യക്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്താൻ നമ്മൾ ശ്രമിക്കുന്നത്. കുറേ പേര്, നൂറുകണക്കിന് ആളുകൾ മെച്ചപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം നാളെ നമുക്ക് ഈ സ്ഥാപനം വേണം. നാളെ 7-ാം തീയതി നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന നമ്മുടെയും സ്റ്റാഫ് അംഗങ്ങൾക്കെല്ലാം ഓണറേറിയം കൊടുക്കേണ്ട ദിവസം, അവർക്ക് വരുന്ന ജീവിത ചെലവുകൾ കൊടുക്കേണ്ട ദിവസം. 34 ലക്ഷത്തിൽ ചില്ലറ രൂപയാണ് നാളെ റിലീസ് ചെയ്യേണ്ടത്. മറ്റ് ചെലവുകൾ വേറെ. ആശുപത്രിയുടെ മെയിൻ്റനൻസ്, മെഷീനറികളുടെ മെയിൻ്റനൻസ്, വാഹനങ്ങളുടെ മെയിൻ്റനൻസ്, ഒപ്പം അതിൻ്റെ ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെയും നമുക്ക് ജനറേറ്ററിൽ അടിക്കാനുള്ള ഡീസലിൻ്റെ ബില്ല്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയ്ക്കുള്ള ചെലവുകളാണ്. 40-50 ലക്ഷത്തിനിടയിലാണ് നമുക്കൊരു മാസത്തെ ചെലവ് വരുന്നത്. ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഈ സർവീസ് ഇവിടെ ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെയും, പ്രത്യേകിച്ച് ഈ വർഷത്തിൻ്റെ അവസാന മാസത്തിൽ നമ്മൾ കടന്നു പോവുക. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രത്യേക സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. സാധിക്കുന്ന വിധത്തിൽ എല്ലാവരും ഇതിനോടുകൂടെ കൈകോർക്കുക. ന്യൂ ഇയറിലേക്ക് കടക്കാൻ പോകുക. ബാധ്യതകളില്ലാതെ, സാമ്പത്തിക പ്രതിസന്ധികളില്ലാതെ ഈ വർഷം അവസാനിപ്പിക്കാൻ നിങ്ങൾ സഹകരിക്കണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കാം. മാർച്ച് മാസം ആവാൻ ഇനി നമുക്ക് 3 മാസം കൂടിയും കഴിഞ്ഞാൽ മാർച്ച് മാസമായി. സാമ്പത്തിക വർഷം അവസാനം. എല്ലാം നമുക്ക് സെറ്റിൽ ചെയ്യണം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തിക പിന്തുണ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്.